കുറച്ച് നാളായി റീൽസിലും ഷോർട്സിലും ഒക്കെ കറങ്ങി നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കൊച്ചിക്കോയ. അതൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്തേ. ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പഴമാണ് വേണ്ടത്. നന്നായി പഴുത്ത ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ടേ. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്താണ് ഉടച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പഴം നന്നായി ഉടച്ചെടുത്തതിലേക്ക് നമുക്കൊരു നുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാ നീരാണ് കേട്ടോ. 2 ടീസ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി നീരൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ചസാര തിരുമ്മി വെച്ചിരുന്ന കൊച്ചുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി പൊടിയായിരുന്നത്, അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 100 ml തേങ്ങാപ്പാലാണ് കേട്ടോ. കട്ടി തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു 50 ml പശുവും പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരല്പം നെയ്യ് ചേർത്ത് വറുത്ത അവലാണ്. അതിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയോളൂ കേട്ടോ. നന്നായിട്ട് കുഴച്ചടിക്കാം. അവലും അധികം കുതിർന്നു പോകുന്നതിന് മുമ്പ് കഴിക്കുന്ന ടേസ്റ്റ് കേട്ടോ അടിപൊളിയായിരുന്നേ. ഒരു തവണയെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. നമ്മുടെ അവൽ മിൽക്കിൻ്റെ ഒക്കെ ഒരു ചേട്ടനായിട്ട് വരും.